ആ മനുഷ്യനോട് സലാം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട് സലാം പറഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. ഹബീബിനോട് സലാം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. എന്താണ് ആ ബന്ധം? ആ ഒരു ബന്ധമെത്രയാണ്! നിസ്കാരമെന്നത് ഇലാഹായ അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ അള്ളാഹുവിനെ ഓർക്കാനുള്ള സമയമാണ്. ഇലാഹായ റബ്ബിലേക്ക് സമർപ്പിക്കേണ്ട ഘട്ടമാണ്. അസ്സിലതോ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, അതാണ് അസ്സലാ. അസ്സലാത്തു നിസ്കാരമെന്നാൽ അസ്സിലത്തു ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, അല്ലാഹുവിന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള സമ്പൂർണമായ ചേർച്ചയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിടയിൽ ഒരാളോടും അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പാടില്ല. ഒരാളോടും വഅലൈക്കും അസ്സലാം, നിങ്ങൾക്ക് അള്ളാന്റെ സലാം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലാ നിസ്കാരത്തിൽ പോലും, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അത്തഹിയ്യാത്ത് ഇരിക്കുന്ന സമയത്ത് പറയേണ്ടതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പറയാത്തവന്റെ നിസ്കാരം സഹീഹല്ല. ആ സമയത്ത് പരമാവധി ഏറ്റവും നല്ല രൂപത്തിൽ പുണ്യനബിയെ മനസ്സിൽ സങ്കല്പിക്കലും നല്ലതാണ്, സുന്നത്താണെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ പരമാവധി എത്രത്തോളം സൗന്ദര്യത്തിലും എത്രത്തോളം നല്ല നിലയിലും മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയോ അത്രയും നല്ല നിലയിൽ മനസ്സിൽ സങ്കല്പിക്കൽ സുന്നത്താ. നിസ്കാരത്തിൽ പോലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി അതൊരു സാധാരണ മനുഷ്യനല്ലെന്ന് പറഞ്ഞ് ഒരാൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിന്റെ കൂലി ഒട്ടപ്പൂജയായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. മുഹമ്മദ് നബി അത് വെറും ഒരു സാധാരണ മനുഷ്യരാണെന്ന്, മുഹമ്മദ് നബി അത് വെറും ഒരു സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ. സാധാരണ ആളുകളോട് സലാം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ലേ, ഞാൻ സലാം പറയില്ല, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ പറയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നീ നിസ്കരിക്കണ്ട, നിന്റെ നിസ്കാരം അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ ബന്ധം വല്ലാത്ത ബന്ധമാണ്. പാപ്പ മഹ്ശറയിൽ നിന്ന് മനുഷ്യ നിന്നെ കാണുമ്പോ ഓടുമല്ലോ, നിന്റെ ഉമ്മ നിന്നെ കാണുമ്പോൾ ഓടുമല്ലോ, മക്കൾ മാതാപിതാക്കളെ കാണുമ്പോൾ ഓടുമല്ലോ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബാപ്പാക്ക് മക്കളെ കാണുമ്പം പേടിയാണ്. എന്നോട് വല്ല ഹക്കും ചോദിക്കുമോ, അല്ല എന്റെ മക്കൾ എന്നെ കുറ്റപ്പെടുത്തുമോ, അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ കുറിച്ച് പരാതി പറയുമോ? ബാപ്പാക്ക് മക്കളെ കാണുമ്പോൾ പേടിയാണ്, ഉമ്മാക്ക് മക്കളെ കാണുമ്പോൾ പേടിയാണ്, മക്കൾക്ക് ബാപ്പയെ കാണുമ്പോൾ പേടിയാണ്. എല്ലാവരും നഫ്സി നഫ്സി യൗമ യദ്ഉ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മതിയാ ഉമ്മതിയാ ഖൗമിയാ. മഹ്ശറയിൽ ഓരോരുത്തർക്കും അവനവന്റെ കാര്യമായിരിക്കും. എങ്കിൽ അവിടെ ഒരു നായകനുണ്ട്. ആ നായകന് അവനവന്റെ കാര്യമല്ല പ്രശ്നം, സ്വന്തം കാര്യമല്ല പ്രശ്നം. ആ മഹാൻ വിളിച്ചു പറയുന്നത് എന്റെ ഹിസാബല്ല പ്രശ്നമല്ല, എനിക്ക് പ്രതിഫലം നൽകുന്നതിന് മുമ്പ് എന്റെ ഉമ്മത്തിന് പ്രതിഫലം നൽകി, അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഇതാണ് മഹ്ശറയിൽ വിളിച്ചു പറയുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപ്പ അങ്ങനെ പറയില്ല.
ഉമ്മ അങ്ങനെ പറയില്ല. ബാപ്പാക്ക് നിന്റെ കാര്യം നോക്കാൻ മഹ്ശറയിൽ നേരണ്ടാവില്ല, ഉമ്മാക്ക് നേരണ്ടാവില്ല. അതുകൊണ്ടാണ് ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. നിങ്ങൾ ബാപ്പയാണോ നബിയെ, നിങ്ങൾ ഉമ്മയാണോ നബിയെ? അല്ല അല്ല, നിങ്ങളെ കുറിച്ച് ബാപ്പയെന്ന് പറയാനാവില്ല, നിങ്ങളെ കുറിച്ച് ഉമ്മയെന്ന് പറയാനാവില്ല. എന്തേ കാര്യമെന്നറിയോ? അങ്ങയെപ്പോലെ നന്മ ഞങ്ങളെ ബാപ്പയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങയെപ്പോലെ നന്മ ഞങ്ങളെ ഉമ്മയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ ഒരാൾക്ക് എല്ലാരോടുമുള്ളതിനേക്കാൾ ബന്ധമുണ്ടാകേണ്ടത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം സ്വന്തം തടിയേക്കാൾ, എത്രത്തോളം സ്വന്തം തടിയേക്കാൾ. നിന്റെ തടി പോലും മനുഷ്യ മഹ്ശറയിൽ നിനക്കെതിരാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വന്തം തടി പോലും നാളെ മഹ്ശറാവൻ സഭയിൽ ഇലാഹായ റബ്ബിന്റെ മുന്നിൽ എതിരായി വിളിച്ചു പറയുമല്ലോ. ഈ കൈയൊരു പക്ഷെ എനിക്കെതിരാകുമല്ലോ, എന്റെ കാതൊരു പക്ഷെ എനിക്കെതിരാകുമല്ലോ, എന്റെ കണ്ണൊരു പക്ഷെ എനിക്കെതിരാകുമല്ലോ. എന്നാലും എനിക്കെതിരാവുകയില്ല എന്റെ ഹബീബ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഒരു ബന്ധം